നമസ്കാരം. എറാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഈ വർഷം അവസാനിക്കുകയാണല്ലോ. 2 ദിവസങ്ങൾ കൂടി മാത്രമാണ് ബാക്കിയുള്ളത്. അപ്പോൾ ഇതൊരു കണക്കെടുപ്പിൻ്റെ സമയമാണ്. 2024 ബ്രസീലിയൻ ഫുട്ബോളിൻ്റെ പതാകവാഹകരായിട്ട് യൂറോപ്പിലെ ടോപ്പ് 5 ലീഗുകളിൽ മിന്നിയത് 2 പേരാണ്. യെസ്, വിനി ജൂനിയറും റാഫീഞ്ഞയും. അപ്പോൾ നമ്മൾ ചില കണക്കുകളൊന്ന് പരിശോധിക്കുകയാണ്. മോസ്റ്റ് ഗോൾ സ്കോർഡ് ടോപ്പ് 5 ലീഗിൽ കളിക്കുന്ന ബ്രസീലിയൻ താരങ്ങളിൽ ഏറ്റവും അധികം ഗോളുകൾ 2024 നേടിയത് ആരാണ്? അത് വിനി ജൂനിയറാണ്. 47 മത്സരങ്ങളിൽ നിന്ന് അദ്ദേഹം 32 ഗോളുകളാണ് യൂറോപ്പിൽ നേടിയത്. റാഫീഞ്ഞ 45 കളികൾ 24 ഗോളുകൾ രണ്ടാം സ്ഥാനത്ത്. മാത്യൂസ് കുഞ്ഞ 34 കളികൾ 18 ഗോളുകളുമായിട്ട് മൂന്നാം സ്ഥാനത്ത്. റോഡ്രിഗോ 48 കളികൾ 13 ഗോളുകളുമായിട്ട് നാലാമത്. റോഡ്രിഗോ മുനീസ് 39 മത്സരങ്ങൾ 12 ഗോളുകളുമായിട്ട് അഞ്ചാം സ്ഥാനത്ത്. അതാണ് ഗോളടിയുടെ ഒരു കണക്ക്. അടുത്തായിട്ട് നമ്മൾ പരിശോധിക്കുന്നത് മോസ്റ്റ് അസിസ്റ്റ് ആണ്. ടോപ്പ് 5 ലീഗിൽ കളിക്കുന്ന ബ്രസീലിയൻ താരങ്ങളിൽ മോസ്റ്റ് അസിസ്റ്റ് 2024 ആർക്കാണ്? അതും വിനി ജൂനിയറാണ്. 47 കളികൾ 14 അസിസ്റ്റുകൾ. റാഫീഞ്ഞ 45 കളികൾ 13 അസിസ്റ്റുകളുമായി രണ്ടാമത്. ബ്രൂണോ ഗുയിമാരസ് 45 കളികൾ 12 അസിസ്റ്റുകളുമായിട്ട് മൂന്നാമത്. സാവിഞ്ഞോ 44 മത്സരങ്ങൾ 9 അസിസ്റ്റുകളുമായി നാലാമത്. മാത്യൂസ് കുഞ്ഞ 34 മത്സരങ്ങൾ 7 അസിസ്റ്റുകളുമായിട്ട് അഞ്ചാം സ്ഥാനത്ത്. ഇനി ടോപ്പ് 5 ലീഗിൽ മോസ്റ്റ് കീ പാസുകൾ കൊടുത്തിട്ടുള്ള ബ്രസീലിയൻ താരങ്ങൾ ഒന്നാം സ്ഥാനത്ത് അക്കാര്യത്തിൽ റാഫീഞ്ഞയാണ്. 107 45 കളികളിൽ നിന്ന് 107 കീ പാസുകൾ. രണ്ടാമത് ആൻഡ്രിയസ് പെരീരയാണ്. 37 മത്സരങ്ങളിൽ നിന്ന് 95 കീ പാസുകൾ. മൂന്നാമതാണ് അവിടെ വിനി ജൂനിയർ. 47 കളികളിൽ നിന്ന് 87 കീ പാസുകൾ. നാലാമത് സാവിഞ്ഞോ 44 കളികൾ 75 കീ പാസുകൾ. അഞ്ചാമത് ബ്രൂണോ ഗുയിമാരസ് 45 കളികൾ 64 കീ പാസുകൾ. വീണ്ടും റാഫിഞ്ഞ് തന്നെ മറ്റൊരു സ്റ്റാറ്റ്സിൽ മുന്നിൽ നിൽക്കുന്നു. അതായത് ക്ലിയർ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്ത് കൂടുതൽ ബിഗ് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തവരുടെ ലിസ്റ്റ് എടുത്താൽ ബ്രസീലിയൻ താരങ്ങളിൽ ഒന്നാമത് റാഫിഞ്ഞയാണ്. 45 കളികൾ 29 ക്ലിയർ ചാൻസുകൾ ബിഗ് ചാൻസുകൾ. രണ്ടാമത് വിനി ജൂനിയർ 47 കളികൾ 23 ബിഗ് ചാൻസുകൾ. മൂന്നാമത് സാവിഞ്ഞോ 44 കളികൾ 16 ബിഗ് ചാൻസുകൾ. നാലാമത് ബ്രൂണോ ഗുയിമാരസ് 45 കളികൾ 15 ബിഗ് ചാൻസുകൾ. അഞ്ചാമത് സാമുവൽ ലീനോ 49 കളികൾ 14 ബിഗ് ചാൻസുകൾ. അടുത്തത് ഏറ്റവും അധികം ഷോട്ട്സ് ഓൺ ഗോൾ, ഷോട്ട്സ് ഓൺ ടാർഗറ്റ് കൂടുതൽ ആരുടെ പേരിലാണ് 2024 നോക്കിയാൽ ഒന്നാമത് വിനി ജൂനിയർ 47 കളികൾ 73 ഷോട്ട്സ് ഓൺ ടാർഗറ്റ്. റാഫീഞ്ഞ രണ്ടാമത് 45 കളികൾ 50 ഷോട്ട്സ് ഓൺ ടാർഗറ്റ്. മൂന്നാമത് റോഡ്രിഗോ 48 കളികൾ 47 ഷോട്ട്സ് ഓൺ ടാർഗറ്റ്. നാലാമത് മാത്യൂസ് കുഞ്ഞ 34 കളികൾ 42 ഷോട്ട്സ് ഓൺ ടാർഗറ്റ്. അഞ്ചാമത് റോഡ്രിഗോ മുനീസ് 39 കളികൾ 37 ഷോട്ട്സ് ഓൺ ടാർഗറ്റ്. വീണ്ടും വിനി ജൂനിയർ തന്നെ മറ്റൊരു കണക്കിൽ മുന്നിൽ നിൽക്കുന്നു. അത് സക്സസ്ഫുൾ ഡ്രിബിളിങ്ങിൻ്റെ കണക്കിലാണ്. മോസ്റ്റ് സക്സസ്ഫുൾ ഡ്രിബിളിംഗ് ടോപ്പ് 5 ലീഗിൽ ബ്രസീലിയൻ താരങ്ങളിൽ ഒന്നാമത് വിനി ജൂനിയർ 47 കളികൾ 133 സക്സസ്ഫുൾ ഡ്രിബിളിങ്ങുകൾ. രണ്ടാമത് സാവിഞ്ഞോ 44 കളികൾ 115 ഡ്രിബിളിങ്ങുകൾ. മൂന്നാമത് ബ്രൂണോ ഗുയിമാരസ് 45 കളികൾ 72 സക്സസ്ഫുൾ ഡ്രിബിളിങ്ങുകൾ. നാലാമത് മാത്യൂസ് കുഞ്ഞ 34 കളികൾ 67 സക്സസ്ഫുൾ ഡ്രിബിളിങ്ങുകൾ. അഞ്ചാമത് റോഡ്രിഗോ 48 കളികൾ 61 സക്സസ്ഫുൾ ഡ്രിബിളിങ്ങുകൾ. വീണ്ടും വിനി ജൂനിയർ തന്നെ മുന്നിൽ നിൽക്കുന്ന മറ്റൊരു കണക്ക് എതിരാളികളുടെ ഏരിയയിൽ, എതിരാളികളുടെ പെനാൽറ്റി ബോക്സിൽ ഏറ്റവും അധികം ആക്ഷൻസ്, ഏറ്റവും അധികം കടന്നു കയറിയ താരം വിനി ജൂനിയർ ഒന്നാമത് 47 കളികൾ 399. രണ്ടാമത് സാവിഞ്ഞ 44 കളികൾ 245 ആക്ഷൻസ് ആണ് റിവൽസിന്റെ ഏരിയയിൽ. മൂന്നാമത് റോഡ്രിഗോ 48 കളികൾ 243 ആക്ഷൻസ്. നാലാമത് ഗബ്രിയൽ മാർട്ടിനെല്ലി 46 കളികൾ 230 ആക്ഷൻസ്. അഞ്ചാമത് റാഫീഞ്ഞ 45 കളികൾ 212 ആക്ഷൻസ്. അടുത്തത് നോക്കുക, വിനിയും റാഫീഞ്ഞയും അല്ലാതെ തലപ്പത്ത് നിൽക്കുന്ന ഒരു കണക്കാണ് മോസ്റ്റ് ഡ്യുവൽസ് വൺ. ബ്രസീലിയൻ താരങ്ങളിൽ ഏറ്റവും അധികം ഡ്യുവൽസ് വിൻ ചെയ്ത താരം ബ്രൂണോ ഗുയിമാരസ് ആണ്. 45 കളികൾ 333 ഡ്യുവൽസ് അദ്ദേഹം വിൻ ചെയ്തു. രണ്ടാമത് വിനി ജൂനിയർ 275 ഡ്യുവൽസ് വിൻ ചെയ്തു. മൂന്നാമത് എഡേഴ്സൺ 53 കളികളിൽ നിന്ന് 248 ഡ്യുവൽസ് അദ്ദേഹം വിൻ ചെയ്തു. നാലാമത് സാവിഞ്ഞോ 44 കളികൾ 232 ഡ്യുവൽസ് അദ്ദേഹം വിൻ ചെയ്തു. അഞ്ചാമത് കാസിമിറോ 41 കളികൾ 228 ഡ്യുവൽസ് ആണ് അദ്ദേഹം വിൻ ചെയ്തത്. വീണ്ടും വിനിയോ റാഫീഞ്ഞയോ തലപ്പത്തില്ലാത്ത ഒരു കണക്ക് കൂടി, മോസ്റ്റ് ടാക്കിൾസ്. യൂറോപ്പിലെ ടോപ്പ് 5 ലീഗുകളിൽ മോസ്റ്റ് ടാക്കിൾസ് നടത്തിയ ബ്രസീലിയൻ താരം ജാവോ ഗോമസ് ആണ്. 37 മത്സരങ്ങൾ 135 ടാക്കിളുകൾ. രണ്ടാമത് കാസമിറോ 41 കളികൾ 131 ടാക്കിളുകൾ. മൂന്നാമത് ബ്രൂണോ ഗുയിമാരസ് 45 മത്സരങ്ങൾ 103 ടാക്കിളുകൾ.
നാലാമത് വാൻഡേഴ്സൺ 31 മത്സരങ്ങൾ 101 ടാക്കിളുകൾ. അഞ്ചാമത് ആൻഡ്രി സാന്റോസ് 26 മത്സരങ്ങൾ 87 ടാക്കിളുകൾ. അടുത്തത് വീണ്ടും ബ്രസീലിയൻ താരങ്ങളിൽ ഏറ്റവും അധികം ഇന്റർസെപ്ഷൻസ് നടത്തിയ താരങ്ങളുടെ ലിസ്റ്റ് എടുക്കുക. അതിൽ ഒന്നാം സ്ഥാനത്തുള്ളത് ടുട്ടയാണ്. 38 മത്സരങ്ങൾ 60 ഇന്റർസെപ്ഷൻസ് ആണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. രണ്ടാമത് എഡേഴ്സൺ 53 മത്സരങ്ങൾ 58 ഇന്റർസെപ്ഷൻസ്. മൂന്നാമത് വാൻഡേഴ്സൺ 31 മത്സരങ്ങൾ 52 ഇന്റർസെപ്ഷൻസ്. നാലാമത് അലക്സാൻഡ്രോ റിബൈറോ 43 മത്സരങ്ങൾ 49 ഇന്റർസെപ്ഷൻസ്. അഞ്ചാമത് മുറിയില്ലോ 40 മത്സരങ്ങൾ 45 ഇന്റർസെപ്ഷൻസ്. അടുത്ത കണക്ക് വീണ്ടും വിനിയോ റാഫിനിയോ ഒന്നാമതില്ലാത്ത മുറിയില്ലോ ഒന്നാം സ്ഥാനത്ത് വരുന്ന കണക്കാണ്. മോസ്റ്റ് ഡിഫെൻസീവ് ആക്ഷൻസ് ഒന്നാം സ്ഥാനത്ത് മുറിയില്ലോ 384 ഡിഫെൻസീവ് ആക്ഷൻസ് 40 കളികളിൽ നിന്ന്. രണ്ടാമത് ടുട്ട 38 മത്സരങ്ങൾ 309 ഡിഫെൻസീവ് ആക്ഷൻസ്. മൂന്നാമത് കാസമിറോ 41 മത്സരങ്ങൾ 296 ഡിഫെൻസീവ് ആക്ഷൻസ്. നാലാമത് അലക്സാൻഡ്രോ റിബൈറോ 43 മത്സരങ്ങൾ 276 ഡിഫെൻസീവ് ആക്ഷൻസ്. അഞ്ചാമത് ഗബ്രിയൽ മാഗല്ലസ് 47 കളികൾ 267 ഡിഫെൻസീവ് ആക്ഷൻസ്. വീണ്ടും ബ്രസീലിൽ നിന്ന് ഏറ്റവും അധികം ബോൾ റിക്കവറീസ് നടത്തിയിട്ടുള്ള താരം ടോപ്പ് 5 ലീഗിൽ ആരാണെന്ന് ചോദിച്ചാൽ ഒന്നാമത് എഡേഴ്സൺ ആണ്. അറ്റ്ലാന്റയുടെ എഡേഴ്സൺ 267 തവണയാണ് അദ്ദേഹം എതിരാളികളിൽ നിന്ന് ബോൾ റിക്കവർ ചെയ്തെടുത്തത്. 53 മത്സരങ്ങളിൽ 267. ബ്രൂണോ ഗുയിമറസ് രണ്ടാമത് 45 മത്സരങ്ങൾ 260 തവണ അദ്ദേഹം ബോൾ റിക്കവർ ചെയ്തെടുത്തു. മൂന്നാമത് കാസമിറോ 41 മത്സരങ്ങൾ 208. നാലാമത് സാമുവൽ ലീനോ 49 മത്സരങ്ങൾ 196. അഞ്ചാമത് അലക്സാൻഡ്രോ റിബൈറോ 43 മത്സരങ്ങൾ 192. അടുത്തത് ബ്രസീലിയൻ താരങ്ങളിൽ ഏറ്റവും അധികം സേവുകൾ നടത്തിയിട്ടുള്ള ഗോൾ കീപ്പർമാർ ടോപ്പ് 5 ലീഗിൽ ലൂക്കാസ് പെറിയാണ് ഒന്നാമത്. 25 കളികൾ 87 സേവുകൾ. രണ്ടാമത് ആലീസൺ 26 മത്സരങ്ങൾ 70 സേവുകൾ. മൂന്നാമത് എഡേഴ്സൺ 36 മത്സരങ്ങൾ 68 സേവുകൾ. നാലാമത് നെറ്റോ 18 മത്സരങ്ങൾ 67 സേവുകൾ. അഞ്ചാമത് കൗക്ക സാന്റോസ് 7 മത്സരങ്ങൾ 36 സേവുകളാണ് അദ്ദേഹത്തിൻ്റെ പേരിലുള്ളത്. ഇനി വീണ്ടും റാഫീഞ്ഞ ഒന്നാമത് വരുന്ന കണക്ക് ഏറ്റവും അധികം ഹയസ്റ്റ് സോഫ സ്കോർ റേറ്റിംഗ് വന്നിട്ടുള്ള താരം ബ്രസീലിയൻ താരങ്ങളിൽ ഈ ടോപ്പ് 5 ലീഗിൽ എടുത്താൽ അത് റാഫീഞ്ഞയാണ്. വിനി രണ്ടാമതാണ് വരുന്നത്. ആവറേജ് റേറ്റിംഗ് റാഫീഞ്ഞക്ക് 45 കളികളിൽ നിന്ന് ആവറേജ് റേറ്റിംഗ് sofascore.com കൊടുക്കുന്നത് 7.81. വിനിക്ക് 7.6 ആണ്. അദ്ദേഹം 47 കളികൾ കളിച്ചു. മൂന്നാമത് മാത്യസ് കുഞ്ഞയാണ് 34 കളികൾ 7.51. നാലാമത് ജാവോ പെഡ്രോയാണ് 26 കളികൾ 7.38. അഞ്ചാമത് സവീഞ്ഞോ 44 കളികൾ 7.37. ചുരുക്കത്തിൽ വിനിയും റാഫീഞ്ഞയും തന്നെയാണ് യൂറോപ്പിൽ ബ്രസീലിയൻ ഫുട്ബോളിൻ്റെ ആ ഒരു പതാകവാഹകരായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ് ടോക്സ് എത്താം.